ഏതായാലും ഈ സംവിധാനം ഏകദേശം ഒരു 4 നൂറ്റാണ്ട് സമയമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനിടക്ക് സമസ്ത ഉന്നയിക്കുന്ന കാര്യങ്ങൾ, സമസ്തയുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് അഹ്ലു സുന്നത്തുൽ ജമാഅ അല്ലെങ്കിൽ സുന്നി വിശ്വാസധാര അത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അതിന് യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. തന്നെയല്ല, അവസാനം നടന്ന റിവൈസിംഗില് ആ കാര്യം ഒന്നുകൂടി ഊന്നി പറയുക കൂടി ചെയ്യുന്നുണ്ട്. കാരണം അത് മാറ്റേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞങ്ങള് അടിസ്ഥാനപരമായിട്ട് സുന്നികളാണ്. ഈ സുന്നി അല്ലെങ്കിൽ അഹ്ലു സുന്ന എന്നൊക്കെ പറയുന്നത് ഇവിടെ കേരളത്തില് കുറച്ചാളുകള് ഒരു കൂട്ടായ്മ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമല്ല. ലോക മുസ്ലിം മുഖ്യധാര സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ സുന്നി ആശയങ്ങൾ അതിന്റെ കൂടെയാണ്. അപ്പൊ അത് നീക്കം ചെയ്യുന്ന സംഭവം വരുന്നേ ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടായിരിക്കും മുഷാവറയിൽ ബഹുഭൂരിപക്ഷവും ഈ CAC-ക്കെതിരെ സമസ്ത എടുത്ത നിലപാടിനെ പിന്തുണക്കാൻ കാരണം? അതവർക്കല്ലേ അറിയുള്ളൂ. ഒരു പക്ഷേ ഇന്നിപ്പോ അവിടെ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് പോകുന്നതെന്ന് സമൂഹം വായിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് വിലയിരുത്തുന്നത്? രാഷ്ട്രീയ പ്രേരിതമാണെന്നാണോ? ഏത് രാഷ്ട്രീയ പ്രേരിതം? ഈ മുഷാവറയിലെ തുടർച്ചയായിട്ട് CAC-ക്കെതിരെ അല്ല, രാഷ്ട്രീയ പ്രേരിതം മാത്രമാകേണ്ടതില്ല. ഞാൻ രാജിവെക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളിൽ രാഷ്ട്രീയ ചുവടുമാറ്റത്തിന് പങ്കുണ്ട്, വ്യക്തിവിരോധങ്ങൾക്ക് പങ്കുണ്ട്, പുരോഗമനാശയങ്ങളോടുള്ള വൈമുഖ്യം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട്. ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ CAC-ക്കും സംസ്ഥാന ഇപ്പോൾ താങ്കൾ എതിർക്കുന്നവർക്കും ഭയങ്കരമായൊരു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ സ്ത്രീകളുടെ പ്രോഗ്രസീവിനെ കുറിച്ച് അല്ല, സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്ത എതിരല്ല. സമസ്ത നേരിട്ട് സ്ത്രീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടല്ലോ. ഫളീല, സെഹ്റവിയ, അങ്ങനെ പല കോഴ്സുകളും സമസ്ത അല്ലെങ്കിൽ സമസ്തയുടെ സഹയാത്രികരായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരൊന്നുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രസീവ് അതെ, രീതികളിൽ മാറ്റം ഉണ്ടാവും. അത് ശരിയാണ്. അപ്പൊ ഞങ്ങള് സ്ത്രീ വിദ്യാഭ്യാസത്തിന് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കാര്യത്തെ മഹത്വവൽക്കരിച്ചല്ലേ സംസാരിക്കുള്ളൂ, അത്രയല്ലേ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങള് അത് ഇച്ചിരി ചിട്ടയിൽ തന്നെ നടത്തണം എന്നുള്ള നിലപാടുകാരാണ്. അപ്പോ ഞങ്ങളിത് അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ പ്രശ്നം, കുട്ടികള് അല്ലെങ്കിൽ രക്ഷിതാക്കള്, അതാണ് കൂടുതൽ ശരി, വിദ്യാഭ്യാസ അവസരങ്ങളെയൊക്കെ ഒരു ഇടത്താവളമായിട്ട് ഇടവേളയിൽ നടക്കുന്ന കാര്യമായിട്ട് കാണുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് കോഴ്സ് പൂർത്തിയാക്കണമെന്ന് ഞങ്ങള് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. പെൺകുട്ടികളുടെ സ്ഥാപനങ്ങൾ, ഒഫിയ സ്ഥാപനങ്ങൾ നടത്തുന്ന മാനേജ്മെന്റിനൊക്കെ അങ്ങനെ നിലപാടുണ്ട്. പിന്നെ ഈ നിലപാടുകള് CIC തലത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു തീരുമാനം കേന്ദ്ര സോഫ്റ്റ്വെയർ അതിൽ തന്നെ വരണം എന്ന് നിർദ്ദേശം ഉണ്ടായപ്പോൾ അങ്ങനെയും വന്നു. അപ്പോഴാണ് ഇപ്പൊ താങ്കൾ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകളുണ്ടായത്. അതായത് വിവാഹം പഠിക്കുന്നതിനിടയിൽ വിവാഹം കഴിച്ചു പോകാൻ പാടില്ല എന്നുള്ളതാണോ, അതോ വിവാഹം കഴിഞ്ഞാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം? അല്ല, വിവാഹം കഴിഞ്ഞാൽ പഠനം തുടരാം. ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ് വിവാഹങ്ങൾ നടന്നിരുന്നു. പ്രസവം കഴിഞ്ഞിട്ട് കുട്ടികൾ തിരിച്ചു വന്ന് ഇയർ പൂർത്തിയാക്കിയിരുന്നു. അതിനൊന്നും ആരും എതിരല്ല. കൊഴിഞ്ഞു പോക്ക് ധാരാളമായിട്ട് കൂടിയപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളതിനെ നിരുത്സാഹപ്പെടുത്തി. കുട്ടികള് 100% അത് ഏറ്റെടുത്തു. PG തീരാതെ ഇനി കല്യാണം വേണ്ട എന്ന് നിശ്ചയിച്ച ധാരാളം കുട്ടികൾ. അങ്ങനെയൊക്കെ പഠിച്ചതുകൊണ്ടാണല്ലോ കുട്ടികള് സ്വാഭാവികമായിട്ട് പെൺകുട്ടികള് അമേരിക്കയില്, ജർമ്മനിയില്, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളില്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉപരിപഠനത്തിന് പോകുന്നു, അവിടെയൊക്കെ ഗവേഷണം നടത്തുന്നു, ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ഈ ഒരു സ്ഥിതി ഉണ്ടാക്കിയെടുത്തത്, അതിനൊരു പശ്ചാത്തലം ഒരുക്കിയത് കൂട്ടത്തിൽ ഞങ്ങളും കൂടിയാണ്. അതിന് നിങ്ങളുടെയൊക്കെ പിന്തുണ വേണമെന്നാണ് വിനീതമായിട്ട് പറയുന്നത്.